മനസ്സിലുള്ള മുറാദുകളെ മുഴുവനും കരുതിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിലുള്ള ഖൈറായ നിയത്തുകളെ, എന്തെല്ലാം നിയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടോ എല്ലാ നിയത്തുകളും മനസ്സിൽ വെക്കുക. നരിയത്തു സ്വലാത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മനസ്സുകൊണ്ട് എന്ത് ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ചൊല്ലുന്നത്, ആ ആഗ്രഹം അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. എന്തെല്ലാം നല്ല നിയത്തുകൾ റബ്ബേ, ഞങ്ങൾ മദീന കാണണം, ഹജ്ജും ഉംറയും ചെയ്യണം, നാരിയത്തു സ്വലാത്ത് ചൊല്ലി ഞങ്ങൾ ദ്വാരിക്കുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, പവിത്രമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. എത്രയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു ദുആർക്കാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ നാരിയത്തു സ്വലാത്ത് ദുആ ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തല്ലേ. മുഅ്മിനീങ്ങളെ, കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാര് നമ്മുടെ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, എത്രയോ കല്യാണങ്ങൾ പല കാരണങ്ങളാൽ മുടങ്ങി വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുടുംബ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാതെ, സമാധാനം ലഭിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. റബ്ബേ, സ്വന്തമായിട്ടൊരു വീടില്ലാതെ കടങ്ങൾ കുടുങ്ങി വല്ലാത്ത കഷ്ടപ്പാടിനും വിഷമത്തിലും കഴിയുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. നാരിയത്തു സ്വലാത്തിനോട് ആ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട പൂമാറ്റ മക്കളെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് സർവ പരീക്ഷയിലും വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരു കാര്യം ഹാസിലാവാൻ നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലുവായിരുന്നു. പഴയകാലത്തുള്ള ഉമ്മമാരും ഉപ്പമാരും ഉസ്താദുമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു വിഷമം വന്ന് കഴിഞ്ഞാൽ നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കി നമ്മൾ ചൊല്ലാറുണ്ട്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാറുണ്ട്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഞങ്ങൾ സൂറത്തുൽ യാസീൻ ഓതിയ മജ്‌ലിസാണ്, സൂറത്തുൽ മുൽക്ക് ഓതിയ മജ്‌ലിസാണ്, സൂറത്തുൽ വാഖിഅയോ സൂറത്തുൽ ഹശർ ഓതിയ മജ്‌ലിസാണ്. അല്ലാഹ്, തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും ചൊല്ലിയ മജ്‌ലിസാണ്. അല്ലാഹ്, ഖുത്ബുൽ ആലം ശൈഖുനാന്റെ തവസ്സുൽ ബൈത്തുൽ മജ്‌ലിസാണ്. ഇനി ഹബീബായ തങ്ങളെ പേരിൽ ഞങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ പോവുകയാണ്. റബ്ബേ, നീ കബൂലാക്കണം അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോ ഈ മുഅ്മിനീങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാലോ. നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. എല്ലാവരുടെ കണ്ണുനീരിനും സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാം അവസാനിച്ച് ഒറ്റപ്പെട്ടു പോയോ എന്ന് പേടിക്കുന്നവനുണ്ട്. ചെറുപ്പക്കാരാ, ഉസ്താദ് എപ്പോഴും പറയുന്നത് പോലെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണം മോനെ. ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല, ആരുമില്ല എന്ന് നമ്മൾ
നമ്മളെ കരുതാൻ പാടില്ല. ആര് കൈപടിഞ്ഞാലും ആര് തരം താഴ്ത്തിയാലും ആര് ഒഴിവാക്കിയാലും ആര് കുത്തുവാക്ക് പറഞ്ഞാലും പരിഹസിച്ചാലും ജീവിതം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും മരിക്കണമെന്ന ചിന്ത, ആ ചിന്തയിൽ അവസാനിക്കേണ്ട ജീവിതമല്ല മോനെ നിന്റെ ജീവിതം. ഒരു വിഷമം വരുമ്പോ വിഷം കഴിച്ച് മരണം മരിക്കോ ജീവിതം അവസാനിപ്പിക്കുന്നവനുണ്ട്. കയറ് കെട്ടി തൂക്കി ജീവിതം അവസാനിപ്പിക്കുന്നവനുണ്ട്. അവർ വിഡ്ഢികളുടെ ലോകത്താണ്. അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ലടാ നമ്മുടെ ജീവിതം. അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല മോളെ നമ്മുടെ ജീവിതം. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, രോഗങ്ങൾക്ക് അള്ള മരുന്ന് തന്നിട്ടുണ്ട്, കഷ്ടപ്പാടുകൾക്ക് അല്ലാഹു സമാധാനം തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു വിഷമം വന്നോ എന്ന് കരുതിയിട്ട്, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നോ എന്ന് കരുതിയിട്ട്, നിന്റെ ഭർത്താവ് നിന്നെ ഒഴിവാക്കിയപ്പോ നീ ഒറ്റപ്പെട്ടു എന്ന് കരുതിയിട്ട്, നിന്റെ ഭാര്യ നിന്നെ ഒഴിച്ച് അവളുടെ പാട്ടിന് പോയപ്പോ നീ ഒറ്റപ്പെട്ടു എന്ന് കരുതാതെ ജീവിതത്തിലേക്ക് ക്ഷമയോടെ മടങ്ങി വരണം. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതരുത്. ഉപ്പമാരെ, ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതരുത്. കടം കുന്നുകൂടി വല്ലാത്ത വിഷമത്തിലാണ്. പക്ഷേ തളരാതെ പതറാതെ പിടിച്ചു നിൽക്കണം ഉമ്മത്തെ. ഒരാളെയും വഞ്ചിക്കാതെ, ഒരാളെയും വേദനിപ്പിക്കാതെ, രാവിലെയായാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകളാ നമ്മൾ ചെയ്യേണ്ടത്. രാവിലെയായി വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരാളെയും കുറ്റം പറയുന്നവരായി നമ്മളെ മാറരുത്. വൈകുന്നേരം കിടക്കുമ്പോ ആലോചിച്ചു നോക്കണം, ഇന്ന് ഞാൻ ആരെയെല്ലാം പറഞ്ഞു അല്ലാ. എന്റെ മരുമകളെ ഞാൻ ചീത്ത പറഞ്ഞോ, എന്റെ അമ്മായിമ്മയെ ഞാൻ ചീത്ത പറഞ്ഞോ, എന്റെ മരുമകനെ ഞാൻ ചീത്ത പറഞ്ഞോ, എന്റെ അമ്മോശനെ ഞാൻ ചീത്ത പറഞ്ഞോ, എന്റെ ഉമ്മനെ ബാപ്പനെ ഞാൻ വേദനിപ്പിച്ചോ, എന്റെ മുതലാളിയെ ഞാൻ വഞ്ചിച്ചോ, എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ ഞാൻ വഞ്ചിച്ചോ, എന്റെ ഡ്രൈവറെ ഞാൻ വഞ്ചിച്ചോ, എന്റെ തൊഴിലാളികളെ ഞാൻ വഞ്ചിച്ചോ, എന്റെ മുതലാളിയെ ഞാൻ വഞ്ചിച്ചോ, എന്റെ മാനേജറെ ഞാൻ വഞ്ചിച്ചോ. ഇല്ല ഇല്ല, വൈകുന്നേരമാകുമ്പോഴേക്ക് കിടന്നിറങ്ങുമ്പോ മനസ്സിന് സമാധാനം വേണം. ഇന്ന് ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ ആരെയും തെറി പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ തെറി പറയുന്നത് കേട്ടിട്ടില്ല, ഇന്ന് മനസ്സിൽ ആരോടും വെറുപ്പ് കാണിച്ചിട്ടില്ല. അങ്ങനെ നല്ല മനസ്സോടെ ഓരോ രാവും പകരം നമുക്ക് അല്ലാഹു തന്നാൽ അതല്ലേ ലോകത്ത് നമുക്ക് ഒരാൾക്ക് അല്ലാഹു അവനെയല്ലേ വിജയിപ്പിക്കുന്നത്. ആ സ്വാലിഹായ വിഭാഗത്തിന് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ആ സ്വാലിഹായ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹ് ഞങ്ങളെ നാരിയത്തു സ്വലാത്ത് തുടങ്ങുകയാണ്. നാരിയത്തു സ്വലാത്ത് ചൊല്ലുമ്പോ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു അതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. പരിഹാരം നൽകണമല്ലോ, പരിഹാരം നൽകണമല്ലോ, പരിഹാരം നൽകണമല്ലോ. എന്തെല്ലാം ഖൈറായ മുറാദുകള് ഈ പാവപ്പെട്ട ഉമ്മമാരെ മനസ്സിലുണ്ടോ, ഈ ഉപ്പമാരെ മനസ്സിലുണ്ടോ, ഈ സഹോദര സഹോദരിമാരെ മനസ്സിലുണ്ടോ, എല്ലാം സ്വലാത്തിലൂടെ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നാരിയത്തു സ്വലാത്ത് തുടങ്ങുന്നു. മനസ്സിലെ എല്ലാ നല്ല നിയത്തുകളും വെച്ച് റാഹത്തോടെ ചൊല്ലാം. ഖൈറായ മുറാദുകളൊക്കെ വെച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങളും അൽഹംദുലില്ലാഹ് ഒരു 11 തവണ മനസ്സറിഞ്ഞു ചൊല്ലി. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ربنا عريت الصلاة ചൊല്ലി ഞങ്ങളെ കിടന്നുറങ്ങുമ്പോ ഞങ്ങളെ കിനാവിൽ ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം അല്ലാഹ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم
صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرم وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الله ഞങ്ങളെ ചൊല്ലിയ നാരിയത്ത് സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിലെ മുറാദുകളെല്ലാം സ്വലാത്തിലൂടെ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. എല്ലാ വിഷമങ്ങളും സ്വലാത്ത് കൊണ്ട് പരിഹരിച്ചു നൽകണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 21 സാദാ സ്വലാത്ത് ചൊല്ലി എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും മനസ്സിലെ മുറാദൊക്കെ കരുതിയിട്ട് ചൊല്ലുക. എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഈ മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലുമ്പോ ഈ സാധുക്കളുടെ മനസ്സിൽ ഒരുപാട് നല്ല നീയത്തുകളുള്ള റബ്ബേ, അതെല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
وسلم صلى الله على محمد صلى الله عليه 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 وسلم റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ റഹ്മാനേ സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിനെ അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ അവിടുത്തെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിലെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് മഹാനരായ ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് ഖുത്ബുൽ അഖ്താബ് തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഖുത്ബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ മഹാന്മാരായ ഔലിയാക്കന്മാർ സാദാത്യങ്ങളെ മഹാരഥന്മാർ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവരുടെ എല്ലാവരുടെ ഹക്ക് ജാങ് ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ് ഒരുപാട് സാദാത്യങ്ങളും സയ്യിദ് കുടുംബങ്ങളും എത്രയോ പണ്ഡിതന്മാർ പണ്ഡിത കുടുംബങ്ങളും ആമീൻ പറയുന്ന മജ്ലിസാണ് എത്രയോ ഹജ്ജ് ചെയ്ത ഉമ്മമാരും ബാപ്പമാരും ഉംറ ചെയ്തവരും പ്രായമുള്ള ഉമ്മമാര് ബാപ്പമാർ സഹോദര സഹോദരിമാർ ചെറുപ്പക്കാരികൾ ഞങ്ങളെ പൂമ്പാറ്റ മക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഖൈറായ മുറാദുകൾ എല്ലാം ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ മനസ്സിനുള്ള വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ് അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കിക്കൊടുക്കണേ അല്ലാഹ് മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനേ മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഈ ഉമ്മമാർക്കും ബാപ്പമാർക്കും ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഖൈറ് നൽകണേ റഹ്മാനേ അവരുടെ വിഷമങ്ങളെ അവരുടെ ടെൻഷനുകളെ അവരുടെ വേജാറുകളെ പേടികളെ വിഷമങ്ങളെ എല്ലാം നീ മാറ്റിയിട്ട് അഭിവൃദ്ധിയും സമാധാനവും നിഅമത്തും നൽകണേ അല്ലാഹ് നീ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളെ നോക്കണേ അല്ലാഹ് നീ ഞങ്ങൾക്കെതിരെ കോപിക്കല്ല അല്ലാഹ്
നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ഒരു സെക്കൻഡ് പോലും ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഞങ്ങളിൽ ഉണ്ടാക്കല്ലേ അല്ലാ. ചെയ്തു കൂട്ടിയ തെറ്റിന്റെ കൂമ്പാരങ്ങൾ ഈ ജനലക്ഷങ്ങളാമീന്റെ ബറക്കത്തുള്ള സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ചെയ്ത പാപ കാരണം നീ ഞങ്ങളെ നിഅമത്തുകളെ എടുത്തു കളയല്ലേ. ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളെ തരല്ലേ. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ. എല്ലാം ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. ഖൽബ് നന്നാക്കണേ റഹ്മാനേ. ഇഖ്ലാസും തഖ്വയും ഏറ്റി നൽകണേ റഹ്മാനേ. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. റബ്ബേ പേടിയാണ് അല്ലാഹ്. കടങ്ങളെങ്ങനെ വർദ്ധിക്കുകയാണ്. കടബാധ്യത വന്ന് തളർന്നു പോയവനുണ്ട് എന്ന് വീട്ടുമല്ലാഹ്. വീട് ബാങ്കിലാണ്, ബിസിനസ് കടത്തിലാണ്, കച്ചവടം കടത്തിലാണ്, വാഹനം കടത്തിലാണ്. റബ്ബേ സ്വന്തം ജീവിതത്തിന്റെ നിത്യജീവിതത്തിന് വരെ വകയില്ലാതെ കടക്കണിയിൽ പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കടങ്ങളെല്ലാം ഖൈറായ നിലക്ക് വീട്ടാനുള്ള വരുമാന മാർഗങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനേ. കടം വീട്ടുന്നതിന് മുമ്പ് കടക്കാരായി ഞങ്ങളിൽ ഒരാളെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മയ്യത്തിന്റെ കടമാരാണ് ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ പരിപൂർണമായിട്ട് ശിഫയാക്കി തരണമല്ലാ. ശിഫയാക്കി തരണമല്ലാ. ശിഫയാക്കി തരണമല്ലാ. പരിപൂർണമായിട്ട് ശിഫയാക്കി തരണേ അല്ലാഹ് റഹ്മാനേ. ക്യാൻസർ പോലത്തെ രോഗങ്ങളുള്ളവന് റബ്ബേ ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന് ശരീരം തളർന്നു പോയവരുണ്ട്. അല്ലാഹുവേ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ വേദന അറിയൂല. നീ അറിവിന്നിലാവിലൂടെ പാവങ്ങളല്ലേ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമറെ സുഖപ്പെടുത്തണം അല്ലാഹ്. കിഡ്നി തകരാറ് സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ടിനും വാൽവിനും ഒരു പ്രശ്നവും നൽകല്ലേ റഹ്മാനേ. ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനേ. മജ്ജയും കിഡ്നിയെല്ലാം മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. സ്ട്രോക്ക് കയറി ബോധം നഷ്ടപ്പെട്ട് മാസങ്ങളായി ബോധം തിരിച്ചു കിട്ടാതെ ഹോസ്പിറ്റലും റൂമിലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, അല്ലാഹുവേ നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. വീട്ടിലെ സുഖമില്ലാതെ കഴിയുന്നവർക്ക് സുഖം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന് ക്ഷീണം മാറ്റണേ അല്ലാഹ്. കുഴക്ക് മാറ്റണേ അല്ലാഹ്.
കടച്ചിലുകൾ മാറ്റണേ അല്ലാ, വേദനകളെ മാറ്റണേ അല്ലാ. തല മുതൽ കാല് വരെ എവിടെയെല്ലാം വേദന അനുഭവിക്കുന്നവരുണ്ടോ എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം കടച്ചിലുകളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. മാറാത്ത വേദനകൾ മജ്‌ലിസിലൂടെ മാറ്റിത്തരണമല്ലോ, മാറാത്ത രോഗങ്ങൾ മജ്‌ലിസിലൂടെ മാറ്റിത്തരണമല്ലോ, പൈശാചിക ഉപദ്രവം മാറ്റിത്തരണേ അല്ലാ. സിഹ്ർ ബാത്തിലാക്കണേ, കണ്ണേറ് ബാത്തിലാക്കണേ, നാപ്പോര് ബാത്തിലാക്കണേ, കൈവിഷം ബാത്തിലാക്കണേ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ. ഒരാളെ മുമ്പിലും നീ പരാജയപ്പെടുത്തല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉസ്താദുമാരെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മാതാപിതാക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരുടെ ചതിവലകളെ റബ്ബേ നീ സർവ്വതും പരാജയപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, മത്സ്യത്തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കൂലിപ്പണിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, മുതലാളിമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രവാസികളെ കാക്കണേ. നിയമഗുരുക്കൾ വിട്ട് അവരെ കഷ്ടപ്പെടുത്തല്ലേ, അവരെ പ്രതിസന്ധികളെ മാറ്റണേ, അവരുടെ കടങ്ങളെ വീട്ടണേ, അവരുടെ ജോലിയില് അവരെ കൂടെ ജോലി ചെയ്യുന്നവനക്ക് അവരെ റൂമിലുള്ളവനക്ക് സമാധാനം നൽകണേ. ഈ കാമ കിട്ടാത്തവരെ, വിസയുടെ പ്രശ്നമുള്ളവരെ, തനാസുലുള്ള പ്രശ്നമുള്ളവരെ, ജോലിയുടെ പ്രശ്നമുള്ളവരെ, ശമ്പളം കിട്ടാത്തവരെ, ശമ്പളം കൂട്ടി കിട്ടാത്തവരെ, റബ്ബേ ജോലി റെഡിയാവാത്തവരെ അല്ലാ അല്ലാ നീ സലാമത്താക്കണേ. ഗൾഫിലേക്ക് പോവാനൊരുങ്ങുന്നവരെ, അവിടുന്ന് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവര് തടസ്സങ്ങളെല്ലാം നീക്കിയിട്ട് പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് ടെസ്റ്റുകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, യാത്രകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാർ ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങളെ കൂട്ടുകാർ പ്രവാസ ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് പരിചയക്കാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. റബ്ബേ നീ അവർക്കെല്ലാം റഹ്മത്തും റാഹത്തും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് നല്ല ഖൈറായ ഒരു വീട് നൽകണേ, അതിനാവശ്യമായ സ്ഥലം നൽകണേ, അതിലേക്കുള്ള വഴി നൽകണേ.
വീട് പണി തുടങ്ങി വെച്ചത് മനോഹരമായി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളെ വീട്ടിലൊരു ശർറും നൽകല്ലേ അല്ലാ. ഒരു പിശാചിനെയും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ല അല്ലാ. ഒരു കണ്ണേറും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ലേ. ഒരു ശത്രുക്കളെയും ഞങ്ങളെ കുടുംബത്തിലേക്ക് കടത്തല്ലേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണേ റഹ്മാനേ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണകളെ നൽകി അവർക്ക് റാഹത്തുള്ള കല്യാണം ശരിയാക്കി കൊടുക്കണേ റഹ്മാനേ. വരുന്നതൊക്കെ മുടങ്ങിപ്പോവുകയാണ്. ഖൈറായത് മാത്രം നീ അടുപ്പിച്ചു തരണേ റഹ്മാനേ. തീരുമാനിച്ചു വച്ച കല്യാണങ്ങളെല്ലാം സന്തോഷത്തോടെ നടത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. കല്യാണങ്ങളിന് ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അവരെ ഒന്ന് ഒന്നിപ്പിക്കണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. റബ്ബേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന പാവങ്ങളുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ അല്ലാ, നീ നൽകണേ അല്ലാ. എത്രയോ പ്രിയപ്പെട്ട അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ ഇവിടെ വന്നൊരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങളുടെ വേദന നീ കാണണേ. നിന്റെ റഹ്മത്ത് കൊണ്ടവർക്ക് മക്കളെ കൊടുക്കണേ, മക്കളെ കൊടുക്കണേ. ഭർത്താവിന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങളും തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനേ. ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ലാ. സ്കാൻ ചെയ്തപ്പോ പ്രശ്നം പറഞ്ഞവരുണ്ട്, മാറ്റണേ അല്ലാ. ആൺമക്കളെയും പെൺമക്കളെയും നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ചെറിയ മക്കളെ, അപസ്മാരമുള്ളവരെ, പാല് കുടിക്കാത്തവരെ, കരച്ചിൽ മാറ്റാത്തവരെ, അല്ലാ, കഴുത്തുറക്കാത്ത മക്കളെ, സംസാരിക്കുന്നില്ല, സംസാരത്തിൽ വിക്കുള്ള മക്കളെ, സംസാരിക്കേണ്ട പ്രായമായി സംസാരിക്കാതെ, മുട്ടുകുത്തല്ല പ്രായമായി മുട്ടുകുത്താതെ, നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ, എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളെ പൂമ്പാറ്റകള് റബ്ബേ, അവർക്ക് നീ ആരോഗ്യം നൽകണേ. ജന്മനാ അവയവങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ബാധിച്ച ഞങ്ങളെ പാവങ്ങൾ റബ്ബേ, നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. നീ അവർക്ക് സലാമത്ത് നൽകിയിട്ട് ശിഫ നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളാരെയും മാരകമായ രോഗം തന്ന്, മാറാത്ത രോഗം തന്ന് തളർത്തല്ലേ, കിടത്തല്ലേ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ അല്ലാ, നീ ശിഫ നൽകണേ. അല്ലാ, നീ ശിഫ നൽകണേ. അല്ലാ, നീ ശിഫ നൽകണേ. അർഹമുർറാഹിമായ അല്ലാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുന്ന ഞങ്ങളെ പാവങ്ങളെ, ഹോസ്പിറ്റലിലെ വരാന്തകളിലും റൂമുകളിലും ഇരുന്ന് അറിവിന്നിരാവ് കേൾക്കുന്നവരെ അവർക്ക് ശിഫാക നൽകണേ അല്ലാ. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ റബ്ബേ, നീ അവർക്ക് വലിയ കാവല് നൽകണേ.
നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നവരുണ്ട്. റബ്ബാകുന്ന നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. റബ്ബാകുന്ന നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ആഫിയത്ത് നൽകണേ റഹ്മാനേ. ദീർഘായുസ് നൽകണേ റഹ്മാനേ. റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ. സന്തോഷം നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, അറിവിന്നിലാവിന്റെ മജ്ലിസ് ഒരു ദിവസവും ഒഴിവില്ലാതെ കേൾക്കുന്നവരെ, ഞങ്ങളെ മജ്ലിസിലേക്ക് വന്നവരെ, ഇവിടെ വന്ന് വിഷമം പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, ഇവിടെ വന്ന് പരാതി പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ. എവിടെ നീ കണ്ടാണ് ഉസ്താദേ, ഞങ്ങളൊക്കെ അറിവിന്നിലാവ് കേൾക്കുന്നവരാണ്, ഞങ്ങൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളാണ്, ഞങ്ങൾക്ക് ദുആ ചെയ്യണേ എന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ. ഞങ്ങളെ തുറന്നു കൊടുത്ത ഷോപ്പുകളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, കച്ചവടങ്ങളുണ്ട്, അവർക്കെല്ലാം നീ വലിയ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ കുറ്റിയടിച്ചു കൊടുത്ത വീടുകളുണ്ട്, തറക്കല്ലിട്ട് കൊടുത്ത വീടുകളുണ്ട്, ആ വീട്ടിലെല്ലാം ഞങ്ങളുടെ മുഴുവൻ വീടുകളിലും ബറക്കത്തിനെയും റഹ്മത്തിനെയും നൽകണേ അല്ലാഹ്. സാധുവാ എന്റെ ഉമ്മ ഖബറിലാണ്, ഉമ്മാന്റെ ഖബറ് സ്വർഗമാക്കണേ. ഉമ്മ കിടക്കുന്ന പന്തപ്പള്ളി ഖബർസ്ഥാനിലെ ഖബറാളുകൾക്ക് സ്വർഗം കൊടുക്കണേ. ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന തഞ്ചേരി മഹല്ല് പരിസര മഹല്ലുകളിൽ നിന്ന് മരിച്ചവരെ, അറിവിന്നിലാവ് കേൾക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ, അവരുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ, എത്രയോ ഉമ്മമാര് അറിവിന്നിലാവിന്റെ ഉമ്മമാരെ ഖബറിലാ, അറിവിന്നിലാവിന്റെ ഉപ്പമാരെ ഖബറിലാ, അറിവിന്നിലാവിന്റെ പൂമ്പാറ്റകൾ പലരും ഖബറിലാ, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാര് പലരും ഖബറിലാണ്. റബ്ബേ, അവരെ ഖബറുകളിലേക്കെല്ലാം ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ റഹ്മാനേ. അവർ ഈ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ്, ഈ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. ഈ നടക്കുന്ന മജ്ലിസിലെ പ്രതിഫലമെല്ലാം അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കമന്റിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുന്നവരെ, സ്നേഹപൂർവ്വം അറിവിന്നിലാവിലേക്ക് കത്തെഴുതിയിട്ട് വിഷമങ്ങൾ അറിയിച്ചവരെ എല്ലാവർക്കും നീ സലാമത്തും സമാധാനവും നൽകണേ റഹ്മാനേ. ഞങ്ങൾ അറിവിന്നിലാവിന്റെ പ്രോഗ്രാം എവിടെ നടക്കുമ്പോഴും ഓടി വരുന്ന ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരുകളുണ്ട്, മക്കളുണ്ട്, അവർക്കെല്ലാം റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പരീക്ഷകളിൽ പാസ്സാക്കണേ, ഇന്റർവ്യൂകൾ വിജയിപ്പിക്കണേ, സ്വാലിഹായ മക്കളാക്കണേ. മദ്യപിക്കുന്നവരുടെ മദ്യപാനം മാറ്റണേ, ലഹരി ഉപയോഗം മാറ്റണേ, ചീത്ത സ്വഭാവം മാറ്റണേ, ദേശം മാറ്റണേ, വാശിയും കുറുമ്പൊക്കെ മാറ്റിയിട്ട് സ്വാലിഹായി ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ, ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ, ഇഖ്ലാസ് നൽകണേ റഹ്മാനേ, തഖ്വ നൽകണേ റഹ്മാനേ.
റഹ്മാനേ, കഴിഞ്ഞ അറിവിൻ നിലാവിന്റെ മജ്ലിസുകളെല്ലാം സ്വീകരിക്കണേ അല്ലാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അറിവിൻ നിലാവിന്റെ മജ്ലിസ് നടന്നിട്ടുണ്ട്. എല്ലാം നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആരെല്ലാം ഉണ്ടോ, ഞങ്ങൾ ആംബുലൻസിലേക്ക്, അല്ലാ വീൽചെയറുകളിലേക്ക്, അറിവിൻ നിലാവിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സഹായിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്, ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം കബൂലാക്കണേ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണം അല്ലാ, ശിഫയുടെ വെള്ളമാക്കണം അല്ലാ. ഞങ്ങൾ ഏത് സമയത്ത് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോ ബറക്കത്തിന് ഞങ്ങളെ മജ്ലിസിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നവരുണ്ട്. റബ്ബേ, നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുസ്ലിമീങ്ങളായ അമ്മമാർ, അച്ഛന്മാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, അവർക്കൊക്കെ സമാധാനം, ഹിദായത്തും സന്തോഷവും നൽകണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാ, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാ. ആ വെള്ളത്തിനൂടെ ഞങ്ങളെ അലർജി മാറ്റണേ, അപസ്മാരം മാറ്റണേ, ചൊറി മാറ്റണേ, രോഗങ്ങളെ മാറ്റണേ. എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിനോട് ശിഫയാക്കി തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്.